തുടർച്ചയായി 2 തവണ വിജയിച്ച എം.ബി. രാജേഷ് ഇത്തവണയും മത്സരരംഗത്തുണ്ടാകുമോ എന്നതാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലെ പ്രധാന ചർച്ച. ഇത്തവണ ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കാതെ പാലക്കാട് സീറ്റിൽ മത്സരിക്കുമെന്ന വാശിയിലാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം. ബിജെപിക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ എൻ.ഡി.എയും വലിയ പ്രതീക്ഷയിലാണ്. തുടർച്ചയായി 2 തവണ വിജയിച്ചവർ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുക എന്ന സംഘടനാ തീരുമാനം എം.ബി. രാജേഷിന്റെ കാര്യത്തിൽ CPM കർശനമായി നടപ്പാക്കുമോ എന്നതാണ് മണ്ഡലത്തിൽ ഉയരുന്ന പ്രധാന ചോദ്യം. പാർലമെന്റിലെ സീനിയോറിറ്റിയും പ്രകടനവും മണ്ഡലത്തിലെ പ്രവർത്തനവും കണക്കിലെടുത്ത് രാജേഷിന് പാർട്ടി ഇളവ് നൽകിയേക്കുമെന്ന നിഗമനമാണ് പൊതുവെ ഉള്ളത്. വികസന നേട്ടങ്ങളും രാഷ്ട്രീയ നിലപാടുകളുമാണ് മണ്ഡലത്തിൽ ഇടതുമുന്നണിയെ തുണയ്ക്കുകയെന്നാണ് രാജേഷിന്റെ അഭിപ്രായം. എന്നാൽ ദേശീയ നേതാക്കളെ ആരെയെങ്കിലും പാർലമെന്ററി പാർട്ടി നേതൃത്വത്തിലെത്തിക്കുന്നതിനായി സുരക്ഷിത മണ്ഡലമെന്ന നിലയിൽ പാലക്കാട് ഉപയോഗിക്കുമെന്ന ചർച്ചയും CPM-ൽ നിന്ന് പുറത്തുവരുന്നുണ്ട്. LDF-നെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി ആരെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമേ അല്ല. LDF-ന് ജയിക്കാൻ കഴിയുന്ന ഉറച്ച അടിത്തറയുള്ള മണ്ഡലമാണ്. ഒരു പ്രതികൂല കാലാവസ്ഥയിലും കൈവിട്ടിട്ടില്ലാത്ത മണ്ഡലമാണ് പാലക്കാട്. ഞങ്ങളുടെ പാർട്ടിയിൽ സ്വീകരിക്കുന്ന ഒരു മാനദണ്ഡം തുടർച്ചയായി 2 തവണ മത്സരിച്ച ആളുകൾ മാറി നിൽക്കുക എന്നതാണ് സാധാരണ സ്വീകരിക്കുന്ന മാനദണ്ഡം. ബാക്കി കാര്യങ്ങൾ അതാത് സമയത്ത് പാർട്ടി തീരുമാനിക്കും. ഘടകകക്ഷികൾക്ക് വിട്ടുകൊടുക്കാതെ മത്സരരംഗത്തുണ്ടാവുമെന്ന് ഉറപ്പിച്ചു പറയുന്ന കോൺഗ്രസിൽ DCC അധ്യക്ഷൻ VK ശ്രീകണ്ഠന്റെ പേരാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത്. പാലക്കാടിന് പങ്കാളിത്തം ഉണ്ടാകുന്ന തരത്തിൽ തന്നെ ആയിരിക്കും സ്ഥാനാർത്ഥി നിർണയം എന്നാണ് കരുതുന്നത്. പാർട്ടി എന്താണ് തീരുമാനിക്കുന്നത് അറിയില്ല. അന്തിമമായി ആ കാര്യം തീരുമാനിക്കേണ്ടത് AICC ആണ്. വളരെ അനുകൂലമായ ഒരു സ്ഥിതിയാണ് UDF-നും കോൺഗ്രസിനും ഉള്ളത്. ആ ആനുകൂല്യം പാലക്കാടിനുണ്ടാവും. ഈ 2 ജനവിരുദ്ധ സർക്കാരുകൾക്കെതിരെ ശക്തമായ പ്രതികരണം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും തന്നെയാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ. സംസ്ഥാനാടിസ്ഥാനത്തിൽ കോൺഗ്രസ് പട്ടികയിലെ സാമുദായിക സമവാക്യങ്ങൾ ശ്രീകണ്ഠന് പ്രതികൂലമാണെന്നതിനാൽ കോൺഗ്രസിന്റെ OBC വിഭാഗം സംസ്ഥാന അധ്യക്ഷൻ സുമേഷ് അച്യുതനും അവകാശവാദവുമായി രംഗത്തുണ്ടാവും. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിലിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും നിയമസഭാ സീറ്റ് ബലികഴിച്ച് അങ്ങനെയൊരു പരീക്ഷണത്തിന് കോൺഗ്രസ് മുതിരാനിടയില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാടും മലമ്പുഴയിലും മികച്ച പോരാട്ടം നടത്തി രണ്ടാമതെത്തിയ ശോഭാ സുരേന്ദ്രനും ശ്രീകൃഷ്ണകുമാറുമാണ് BJP-യുടെ പരിഗണനയിലുള്ളത്. യഥാർത്ഥ മത്സരത്തിന് മുൻപ് മുന്നണികൾക്കകത്ത് സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി മത്സരമുണ്ടാവാൻ സാധ്യതയുള്ള മണ്ഡലമാണ് പാലക്കാട്. എന്തായാലും ഇപ്പോൾ അത് സംബന്ധിച്ച ഔദ്യോഗിക ചർച്ചകളൊന്നും ആരംഭിച്ചിട്ടില്ല. TK ഹരീഷ്, മീഡിയ 1, പാലക്കാട്.